അൽ വഹദത്തുർ റാബിഅ 10ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ്. ഖദമുൽ ഉമ്മ, സമൂഹ സേവകർ അല്ലെങ്കിൽ രാഷ്ട്ര സേവകർ. ഖദമ് സേവകർ, അല്ലുമ്മത്ത് സമൂഹം, രാഷ്ട്ര സേവകർ എന്ന യൂണിറ്റിൽ ഉള്ള 1ാമത്തെ പാഠം തൗഖീഉൻ നസാഹത്ത് എന്ന ഒരു മസ്രഹിയത്താണ്, ഒരു നാടകമാണ്. തൗഖീഉൻ നസാഹത്ത് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ കയ്യൊപ്പ്. തൗഖീ മീൻസ് ഒപ്പ്, സിഗ്നേച്ചർ ഓഫ് ദി ഇൻറ്റഗ്രിറ്റി. ഈ നാടകത്തിലുള്ള ഷഖ്സിയാത്ത്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തത് സുഹൈൽ എന്നയാളാണ്. ആരാണ് സുഹൈൽ? മുവല്ലഫുൽ ബലദിയ, മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. മുവല്ലഫ് മീൻസ് ഉദ്യോഗസ്ഥൻ. പിന്നെയുള്ളത് ഹാലത്ത് ആരാണ്? സൗജത്ത് സുഹൈൽ, സുഹൈലിൻ്റെ ഭാര്യയാണ് ഹാലത്ത്. ഖാനിം ഇബ്നു സുഹൈലിൻ്റെ മകനായ ഖാനിം. പിന്നെ ത്വാരിഖ് എന്ന ഒരു മുക്കാവിൽ, അൽ മുക്കാവിൽ മീൻസ് കോൺട്രാക്ടർ. പിന്നെ സിയാദ് ആരാണ്? ത്വബീബ്, ഡോക്ടർ. ഇത്രയും പേരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. അൽ മഷ്ഹദുൽ അവൽ, 1ാമത്തെ രംഗം. 1ാമത്തെ രംഗത്ത് കർട്ടൺ ഉയർന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അലൽ മസ്രഹി മക്തബുൽ ബലദിയ, സ്റ്റേജിൻ്റെ മേലെ മുനിസിപ്പാലിറ്റി ഓഫീസാണുള്ളത്. മുനിസിപ്പാലിറ്റി ഓഫീസാണിത്. യജ്ലിസു സുഹൈലുൻ ഫി മക്തബിഹി, സുഹൈൽ തൻ്റെ ഓഫീസിലിരിക്കുകയാണ്. സുഹൈൽ മുനിസിപ്പാലിറ്റിയിൽ ഉദ്യോഗസ്ഥനാണ് അല്ലേ. അപ്പോൾ സുഹൈലിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. യുറാജിഉൽ ഔറാഖ, പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൈൽ. അപ്പോൾ യദ്ഖുലു താരിഖുൻ അൽ മക്തബ മുബ്തസിമൻ, പുഞ്ചിരിച്ചുകൊണ്ട് താരിഖ് ഓഫീസിലേക്ക് കയറി വരുന്നു. താരിഖാരാണ്? മുക്കാവിൽ, ഒരു കോൺട്രാക്ടറാണല്ലേ. അങ്ങനെ മുബ്തസിമൻ, പുഞ്ചിരിച്ചുകൊണ്ട്. താരിഖ് വന്ന ഉടനെ പറയുകയാണ്, സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ് സുഹൈൽ. സ്വബാഹുൻ നൂർ, കൈഫ ഉസായിദുക, ഹൗ കാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? താരിഖ് പറയുന്നു, ഇന്ദി മഷ്റൂ ബിനാ ഇൻ, എൻ്റെ അടുക്കലൊരു ഒരു നിർമ്മാണത്തിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്. മഷ്റൂ മീൻസ് പദ്ധതി, പ്രൊജക്റ്റ്. ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പ്രൊജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. വ അന മുഹ്താജുൻ ഇലാ മുവാഫക്കത്തിക്ക, താങ്കളുടെ അപ്രൂവൽ എനിക്ക് വേണം. അന മുഹ്താജുൻ, എനിക്ക് ആവശ്യമാണ്. ഇലാ മുവാഫക്കത്തിക്ക, താങ്കളുടെ അപ്രൂവൽ. നമ്മൾ നാട്ടിലൊരു ബിൽഡിങ്ങും മറ്റും എടുക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള അപ്രൂവൽ, അംഗീകാരം വേണം അല്ലേ. അല്ലാതെ എടുക്കാൻ കഴിയില്ല. അംഗീകാരം കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്തും മറ്റും ബിൽഡിങ്ങും മറ്റും എടുക്കുകയാണെങ്കിൽ അതിനുള്ള അംഗീകാരം പഞ്ചായത്തിൽ നിന്നും മറ്റും കിട്ടുകയില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? കൈക്കൂലി കൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ടല്ലേ. കൈക്കൂലി വാങ്ങാൻ പാടില്ല. പക്ഷേ പലരും നിയമപരമല്ലാത്ത രൂപത്തിൽ ബിൽഡിങ്ങുകളും മറ്റും ഉണ്ടാക്കുകയും അതിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് അംഗീകാരം, അപ്രൂവൽ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ ഒരു കൈക്കൂലിയും കൊണ്ട് വന്ന ആളാണ് ഇദ്ദേഹം. ത്വാരിഖ് എന്ന കോൺട്രാക്ടർ അല്ലേ. അപ്പോൾ ത്വാരിഖ് എന്ത് പറഞ്ഞു? താങ്കളുടെ അപ്രൂവൽ എനിക്ക് വേണം. അപ്പോൾ സുഹൈൽ പറഞ്ഞു, ഹാത്തിൽ ഔറാഖ്, ഓക്കെ, പേപ്പേഴ്സൊക്കെ തരൂ, അതിൻ്റെ കടലാസുകളൊക്കെ തരൂ. ദഅനി അൻദുർ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ത്വാരിഖ് എന്ത് പറയുകയാണ്? ഇദാ സാഅത്തനി അലാ ഹാദൽ മഷ്റൂഇ, ഈ പ്രൊജക്റ്റിൻ്റെ മേൽ താങ്കൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ അഅ്തയ്തുലക ഹദിയതൻ, താങ്കൾക്ക് ഞാൻ സമ്മാനം തരും. സാഅദ, സഹായിച്ചു. ഇദാ സാഅത്തനി, താങ്കൾ എന്നെ സഹായിച്ചാൽ, അലാ ഹാദൽ മഷ്റൂഇ, ഈ പ്രൊജക്റ്റിൽ, ഈ പദ്ധതിയിൽ എന്നെ താങ്കൾ സഹായിച്ചാൽ, അഅ്തയ്തു, ഞാൻ നൽകും, ലക, താങ്കൾക്ക്, ഹദിയതൻ, ഒരു സമ്മാനം, ഞാൻ താങ്കൾക്ക് സമ്മാനം തരും. മീൻസ് കൈക്കൂലിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. കൈക്കൂലി എന്ന് പറയില്ല, സമ്മാനമെന്നോ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടാണ് ഈ കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. സമ്മാനം തരും എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞു, യാ താരിഖെ താരിഫ് ജയ്യിദൻ, താങ്കൾക്ക് നന്നായി അറിയാമല്ലോ, അന്നനീല അക്ബലു റിഷ്വ, ഞാൻ കൈക്കൂലി സ്വീകരിക്കാറില്ല എന്ന് താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. ഇതാക്കാന മഷ്റൂഉക കാനൂനിയൻ ഖറർതുഹു, താങ്കളുടെ പ്രൊജക്റ്റ് നിയമപരമാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. ഇതാക്കാന മഷ്റൂഉക, താങ്കളുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ, കാനൂനിയൻ ലീഗൽ, നിയമപരം ആണെങ്കിൽ, ഖറർതുഹു, ഞാനത് അംഗീകരിക്കും, ഞാനത് അപ്രൂവ് ചെയ്യും. വലാ ഹാജത്ത് ഇല ഐ ഹദിയത്തിൻ, എനിക്കൊരു സമ്മാനത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം
നിയമപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഓഫീസറാണ് ആര്? സുഹൈൽ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് കൈക്കൂലി തരാം, എനിക്കിതൊന്ന് അപ്രൂവ് ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺട്രാക്ടറായ ത്വാരിക്ക് വരുന്നത്. അതിന് ഇയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ത്വാരിക്ക് ലാഹിക്കൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, യാ സുഹൈൽ, സുഹൈലെ ഫക്കിർ ഫി ഉസ്രത്തിക്ക, നീ നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. വഫി ഇബ്നിക ഖാനിം, നിൻ്റെ മകനായ ഖാനിമിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അഅ്തഖിദു അന്നക മുഹ്താജിൻ ഇലാ മബ്ലഗിൻ കബീരിൻ ലി ഇലാജിഹി, അവനെ ചികിത്സിക്കാൻ നിനക്ക് വലിയ തുക ആവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഅ്തഖിദു, ഞാൻ വിശ്വസിക്കുന്നു, അന്നക മുഹ്താജുൻ, നിനക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താവശ്യമുണ്ട് എന്ന്? ഇലാ മബ്ലഗിൻ കബീരിൻ, വലിയ തുക. മബ്ലഗ് മീൻസ് എമൗണ്ട്, തുക. വലിയൊരു തുക നിനക്ക് ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനു വേണ്ടി? ലി ഇലാജിഹി, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. ആരുടെ? സുഹൈലിൻ്റെ മകനായ ഖാനിമിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു തുക വേണം അല്ലേ? അങ്ങനെ ഒരു തുക നിനക്ക് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാനി ഉസായിദ്ക, ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് ഇത് അപ്രൂവ് ചെയ്തു തന്നാൽ അതിന് വേണ്ട സാമ്പത്തിക സഹായം ഞാൻ നിനക്ക് നൽകും. അതുകൊണ്ട് അതൊന്ന് ചെയ്തു തന്നേക്കൂ എന്ന് ത്വാരിക്ക് പറഞ്ഞു. അപ്പോൾ സുഹൈൽ ബിഹസ്മിൻ, മനക്കരുത്തോടെ ദൃഢനിശ്ചയത്തോടെ പറയുകയാണ്, സ്വഹ്, അതെ, അന ഉഫക്കിർ ഫി ഇബ്നി, ഞാൻ എൻ്റെ മകൻ്റെ കാര്യം ആലോചിക്കാറുണ്ട്. ഇന്നഹു യഹ്താജു ഇല അമലിയത്തിൻ ജിറാഹിയത്തിൻ ലി സിറാഅത്തിൽ കബിദ്, അവന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വലിയൊരു തുക ആവശ്യമാണ്. അവന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇന്നഹു യഹ്താജു, അവന് ആവശ്യമാണ്, എൻ്റെ മകന് ആവശ്യമാണ്. എന്താവശ്യമാണ്? ഇല അമലിയത്തിൻ ജിറാഹിയത്തിൻ, ഒരു ശസ്ത്രക്രിയ, ഓപ്പറേഷൻ ആവശ്യമാണ്. എന്തിനു വേണ്ടി? ലി സിറാഅത്തിൽ കബിദി, കരൾ മാറ്റിവെക്കലിന് വേണ്ടി. അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ അവന് വേണം. ആ കാര്യം ഞാൻ ആലോചിച്ചു. വലാക്കിൻ, പക്ഷേ ലാ അക്ബലു റിശ്വത്ത് ലി അജ്ലിഹി, അതിനുവേണ്ടി ഞാൻ കൈക്കൂലി സ്വീകരിക്കുകയില്ല. ലാ അക്ബലു, ഞാൻ സ്വീകരിക്കുകയില്ല. റിശ്വത്ത്, കൈക്കൂലി, ലി അജ്ലിഹി, അതിനുവേണ്ടി, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കൈക്കൂലി സ്വീകരിക്കുകയില്ല. ഹാദിഹിൽ അംവാലു ലൈസത്ത് നഖിയത്തൻ, ഈ പണങ്ങളൊന്നും ശുദ്ധമല്ല. കൈക്കൂലിയിലൂടെ നേടുന്ന പണമൊന്നും നഖിയത്തല്ല, ശുദ്ധമല്ല എന്ന് സുഹൈൽ പറഞ്ഞു. സുഹൈൽ അങ്ങനെ പറഞ്ഞപ്പോൾ യുഗാദിറു താരിക്ക് പോവുകയാണ്. ഖാദറ മീൻസ് ലിവേഗ, അവിടുന്ന് വിട്ടു പോകുന്നു. വഹവ യൽഹക്കു, എങ്ങനെയാണ് പോകുന്നത്? വഹവ യൽഹക്കു, ചിരിച്ചുകൊണ്ട്. മിൻഹു സാഹിറൻ, സുഹൈലിനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടാണ് ത്വാരിക്ക് അവിടം വിട്ടു പോകുന്നത്. അങ്ങനെ താരിക്ക് പോയി. പിന്നെയോ നത്തഹയ്യൽ വനക്തുബു, അതിനു മുമ്പ് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ? ഇവിടെയുമുണ്ട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐന യഅമലു സുഹൈൽ, സുഹൈൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എവിടെയാണ്? യഅമലു സുഹൈലുൻ, സുഹൈൽ ജോലി ചെയ്യുന്നു. ഫിൽ മക്തബിൽ ബലദി, മുനിസിപ്പാലിറ്റി ഓഫീസിൽ. രണ്ടാമത്തെ ചോദ്യം, മൻ ത്വാരിഖ്, ആരാണ് ത്വാരിഖ്? ഉത്തരം, ത്വാരിഖുൻ മുഖാവിലുൻ, ത്വാരിഖ് ഒരു കോൺട്രാക്ടറാണ്. മാതാ യുരീദു ത്വാരിഖ്, താരിഖിന് എന്താണ് വേണ്ടത്? യുരീദു താരിഖുൻ, താരിഖിന് വേണം മുവാഫക്കത്ത് സുഹൈലിൻ, സുഹൈലിൻ്റെ അപ്രൂവൽ, സുഹൈലിൻ്റെ അംഗീകാരം. ലിബിന ഇഹി, തൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സുഹൈലിൻ്റെ അപ്രൂവൽ വേണം. ഹൽ കബില സുഹൈലുൻ റിശ്വത്ത, സുഹൈൽ കൈക്കൂലി സ്വീകരിച്ചോ? ലാ, ഇല്ല. ലി അന്നഹു, കാരണം അയാൾ ലൻ യഫ് അല, ചെയ്യുകയില്ല. അയ്യ ഷൈഇൻ ഗൈരി ഖാനൂനിയിൻ, നിയമപരമല്ലാത്ത ഒരു കാര്യവും. ലൻ യഫ് അല, അയാൾ ചെയ്യുകയില്ല. അയ്യ ഷൈഇൻ, ഒരു കാര്യവും. ഗൈരി ഖാനൂനിയിൻ, ഇല്ലീഗലായ, നിയമപരമല്ലാത്ത. ഓക്കെ. മനിൽ മരീദു, ആരാണ് രോഗി? വമ മർലുഹു, എന്താണ് അവൻ്റെ രോഗം? ഉത്തരം, അൽ മരീലു, രോഗി, ഹുവ ഇബ്നു സുഹൈൽ, സുഹൈലിൻ്റെ മകനാണ്. സുഹൈലിൻ്റെ മകനാണ് രോഗി. വ മറലുഹു, അവൻ്റെ രോഗം മറലുൽ കബിദ്, കരൾ രോഗമാണ് അല്ലേ? ആറാമത്തെ ചോദ്യം, കൈഫ ഖാദറ ത്വാരിഖുൻ മിനൽ മക്തബ്, ത്വാരിഖ് ഓഫീസിൽ നിന്നും എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? ഖാദറ താരിഖു മിനൽ മക്തബ്, താരിഖ് ഓഫീസ് വിട്ടു. വഹുവ യൽഹഖു മിൻ സുഹൈലിൻ സാഹിറൻ, സുഹൈലിനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട്. ഇങ്ങനെ ഉത്തരങ്ങൾ എഴുതാം.
ഇനി അടുത്തത് നെതഹയ്യൽ വനത്തുബു, നമുക്ക് ഇമാജിൻ ചെയ്യാം, എഴുതാം, നമുക്ക് ഭാവനയിൽ കണ്ടുകൊണ്ട് എഴുതാം. ഹക്കാ സുഹൈലുൻ ലി സൗജത്തിഹി, സുഹൈൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, മാ ജറാഫിൽ മക്തബി, ഓഫീസിൽ നടന്നത്. നുഅദ്ദുൽ ഹിക്കായത്ത, ആ കഥ നമുക്ക് തയ്യാറാക്കാം. സുഹൈൽ ഭാര്യയോട് എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തയ്യാറാക്കാം. അതിങ്ങനെ എഴുതാം. അസീസത്തി, അതിന് വിട്ടുപോയതാണ്. അസീസത്തി, പ്രിയപ്പെട്ടവളെ, ഭാര്യയെ വിളിക്കുകയാണ് അല്ലേ. അല്യോം, ഇന്ന് ജാ ത്വാരിഖുൻ ഇൽ മക്തബി, ത്വാരിഖ് ഓഫീസിലേക്ക് വന്നു. വഹ്വ മുക്കാബിലുൻ മഷ്ഹൂറുൻ ഫിൽ ഖറിയത്തി എന്ന് വെച്ചു അല്ലേ. അയാൾ നാട്ടിലെ പ്രശസ്തനായ ഒരു കോൺട്രാക്ടറാണ്. വ തൊലബ മിന്നി അൽ മുവാഫക്കത്ത അലാ മഷ്റൂഇ ബിനാഇഹി ഗൈരിൽ കാനൂനി, അയാൾ തൻ്റെ നിയമപരമല്ലാത്ത നിർമ്മാണത്തിന് നിർമ്മാണ പദ്ധതിക്ക് അപ്രൂവൽ ആവശ്യപ്പെട്ടു. വ തൊലബ മിന്നി, അയാൾ എന്നോട് ആവശ്യപ്പെട്ടു, അൽ മുവാഫക്കത്ത, അപ്രൂവൽ, അംഗീകാരം ആവശ്യപ്പെട്ടു. എന്തിന്? അലാ മഷ്റൂഇ ബിനാഇഹി, അയാളുടെ നിർമ്മാണ പദ്ധതിക്ക്. മഷ്റൂ മീൻസ് പദ്ധതി, പ്രൊജക്റ്റ്. അയാളുടെ നിർമ്മാണ പ്രോജക്റ്റിന് അപ്രൂവൽ ആവശ്യപ്പെട്ടു എന്നോട്. എങ്ങനെയുള്ള നിർമ്മാണ പ്രോജക്റ്റാണ്? ഗൈരിൽ ഖാനൂനി, നിയമപരമല്ലാത്ത, ഇല്ലീഗലായ. വ അറള അലയ്യ റിഷ്വത്തൻ, എന്നിട്ട് എനിക്ക് അദ്ദേഹം റിഷ്വത്ത് ഓഫർ ചെയ്തു, കൈക്കൂലി ഓഫർ ചെയ്തു. അറള മീൻസ് ഓഫർ ചെയ്തു, കൈക്കൂലി തരാമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, വക്കാല ഇന്നഹു സ യതകഫലു ഐലൻ ബി നഫക്കാത്തി ഇലാജി ഇബ്നിന, ഒരു ന അവിടെ വിട്ടുപോയിട്ടുണ്ട്. വക്കാല, അയാൾ ഇതുകൂടെ പറഞ്ഞു, ഇന്നഹു സ യതകഫലു ഐലൻ, അയാൾ ഏറ്റെടുക്കും എന്നും പറഞ്ഞു. എന്ത് ഏറ്റെടുക്കുമെന്ന്? തക്കഫല മീൻസ് ഏറ്റെടുക്കുക. ബി നഫക്കാത്തി ഇലാജി ഇബ്നിന, നമ്മുടെ മകൻ്റെ ഇലാജിൻ്റെ, നമ്മുടെ മകൻ്റെ ചികിത്സയുടെ നഫക്കാത്ത്, ചിലവുകളൊക്കെ ഏറ്റെടുക്കാമെന്നും പറഞ്ഞു. ലാക്കിന്നനി റഫൽത്തു കുല്ല ഉറൂലിഹി, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഓഫറുകളും നിരസിച്ചു. റഫല, നിരസിച്ചു. ലൻ അഫ്അല അയ്യ ഷൈഇൻ ഗൈരി ഖാനൂനിൻ, നിയമപരമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല. അങ്ങനെ ആ കഥ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, ഇനി അൽ മഷ്ഹദു സാനി, രണ്ടാമത്തെ സീൻ അടുത്ത വീഡിയോയിൽ പറയാം.